നമസ്കാരം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അമ്മായിന്റെ മകനൊന്നുമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആഞ്ഞടിച്ച് പി.വി. അൻവർ. പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശി വൻ പരാജയം. പോലീസിൽ ഒരു നിയന്ത്രണവുമില്ല, മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുന്നു. മുഖ്യമന്ത്രിയും പാർട്ടിയും മറുപടി പറയണമെന്നും അൻവർ. കഴമ്പുള്ള കാര്യങ്ങളെന്ന് കെ.പി.സി.സി പ്രസിഡന്റ്. ഈ എം.ആർ. അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ സംശയിച്ചു. ഈ പറയുന്ന എം.ആർ. അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്. എം.ആർ. അജിത് കുമാറൊക്കെ ജയിലിലേക്കാണ് പോകുന്ന പ്രിയ സുഹൃത്തുക്കൾ. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ നിന്നാണ് IPS എഴുതിയിട്ട് സുജിത്താത്ത് വരുന്നത്. ഈ ചങ്ങാതിന്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഡാൻസ് സ്റ്റാഫ് പക്ക ക്രിമിനൽസ്. കസ്റ്റംസിലെ ഒരു സെക്ഷനാണ്. ADGP അജിത് കുമാറിനെതിരെയും SP സുജിത് ദാസിനെതിരെയും പി.വി. അൻവറിന്റെ ഗുരുതര വെളിപ്പെടുത്തലുകൾ. ADGP കൊടും ക്രിമിനൽ, ആളുകളെ കൊല്ലിച്ചു. സ്വർണ്ണക്കടത്തുമായി സുജിത് ദാസിന് ബന്ധം. പിടിക്കുന്ന സ്വർണത്തിന്റെ 60% അടിച്ചു മാറ്റുന്നു. ഇരുവരുടെയും വഴി ജയിലിലേക്കെന്നും അൻവർ. വകുപ്പ് തല നടപടി ഉണ്ടാകില്ല. താനൂർ കസ്റ്റഡി മരണത്തിൽ SP-യുടെ ശബ്ദ സന്ദേശവും പുറത്തുവിട്ടു. നമ്മളുടെ ഹരിഹരൻ സർ അവർ ഒരു മോശം ഇൻസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചു, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു വന്നു, അത്ര ഉള്ളൂ. എന്നടുത്ത് ചോദിച്ചില്ല. വിഷ്ണു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. സംവിധായകൻ ഹരിഹരൻ വിട്ടുവീഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടെന്ന ചാർമിളയുടെ പരാതി ശരിവെച്ച് നടൻ വിഷ്ണു. വഴങ്ങാത്തതിനാൽ 28 സിനിമകൾ നഷ്ടപ്പെട്ടെന്ന് ചാർമിള. താരസംഘടനയുടെ ഓഫീസിൽ പോലീസ് പരിശോധന. മസ്കോട്ട് ഹോട്ടലിൽ സിദ്ദിഖ് പീഡിപ്പിച്ച മുറി പോലീസിന് കാണിച്ചു കൊടുത്തു നടി. ആരെയും പീഡിപ്പിച്ചിട്ടില്ലെന്ന് ജയസൂര്യ. നിയമ നടപടിയുമായി മുന്നോട്ടെന്ന വിശദീകരണം. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് മമ്മൂട്ടി. BJP ബാന്ധവത്തിൽ EP ജയരാജനെതിരെ കടുത്ത നടപടിയുണ്ടാകില്ല. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ EP-ക്ക് അതൃപ്തി. പാർട്ടി തീരുമാനം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അംഗീകരിക്കണമെന്ന് TP രാമകൃഷ്ണൻ. രാഷ്ട്രീയ ജീവിതത്തിലെ വിവാദങ്ങൾ ഉൾപ്പെടുത്തി EP-യുടെ ആത്മകഥ ഉടൻ. CPM സമ്മേളനങ്ങൾക്ക് തുടക്കം. പാരാലിമ്പിക്സ് ഷൂട്ടിൽ മലയാളി താരം സിദ്ധാർത്ഥ് ബാബു ഇന്നിറങ്ങും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ പോരാട്ടം. ലാലിഗയിൽ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആഞ്ഞടിച്ച് പി.വി. അൻവർ MLA. പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശി ചുമതലകൾ കൃത്യമായി ചെയ്യുന്നില്ല. മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും മറുപടി പറയേണ്ട സമയമാണ്. നവകേരള സദസ്സിൽ യൂട്യൂബർമാർ പ്രശ്നമുണ്ടാക്കിയതിൽ കൃത്യമായ എടുത്തില്ലെന്നത് ഇതിന് ഉദാഹരണമാണ്. ADGP M.R. അജിത് കുമാറിനെതിരെ തെളിവുകൾ പുറത്തുവിട്ടാൽ കേരളം ഞെട്ടും. മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്താൻ സൈബർ സെല്ലിൽ പ്രത്യേക സംവിധാനമുണ്ട്. അതിനായി M.R. അജിത് കുമാർ ഒരു IPS ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടെന്നും പി.വി. അൻവർ ആരോപിച്ചു. ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി. ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിവൃത്തിയില്ല. 29 വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. അതിലൊരു വകുപ്പ് മാത്രം ആഭ്യന്തരം. അത് പാർട്ടിയാണ് ഏൽപ്പിച്ചതാരെ ഞാൻ മനസ്സിലാക്കുന്നത്. പി. ശശിയെ പാർട്ടി റിക്രൂട്ട്മെന്റ് അല്ലേ. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ അമ്മായിന്റെ മകനൊന്നുമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ? പി. ശശി ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ എന്നില്ല, പാർട്ടി പരിശോധിക്കട്ടെ. എന്തിനാ മുഖ്യമന്ത്രിയുടെ കഞ്ഞത്തേക്ക് കയറുന്നത്? ADGP M.R. അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്ന് പി.വി. അൻവർ MLA. സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കൊല നടത്തിയത്. അജിത് കുമാറിന്റെ ഭാര്യ കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ടയാളുമായി സംസാരിച്ചിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിമാണ് അജിത് കുമാറിന്റെ മാതൃക. പോലീസിൽ സോഷ്യൽ ഓഡിറ്റിംഗ് വേണമെന്നും പി.വി. അൻവർ പറഞ്ഞു.
ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ സംശയിച്ചു. അജിത് കുമാറിന് ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥൻ. എന്തിനാ? ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലില്. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്, എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. MR അജിത് കുമാറൊക്കെ ജയിലിലേക്കാ പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ. സുജിത് ദാസ് പോകുന്ന സുജിത് വഴി സെൻട്രൽ ജയിലാണ്. ഒരു തർക്ക കാര്യത്തിലില്ല. മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി PV അൻവർ MLA. SP സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് PV അൻവർ MLA പറഞ്ഞു. സുജിത് ദാസ് നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇതുപയോഗിച്ചാണ് സ്വർണം കടത്തിയത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് സുജിത് ദാസിന് സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടിക്കാൻ കഴിഞ്ഞത്. പിടിക്കുന്ന സ്വർണത്തിന്റെ 60% സ്വർണവും സുജിത് ദാസ് അടിച്ചു മാറ്റുകയാണെന്നും അൻവർ ആരോപിച്ചു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് നിന്നാണ് IPS എഴുതിയിട്ട് സുജിത് ദാസ് വരുന്നത്. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. ഈ ചങ്ങാതിന്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഡാൻസ് സ്റ്റാഫ്, അതൊക്കെ വരാൻ പോണുള്ളൂ. പക്ക ക്രിമിനൽസ്. പേരെന്താ? MDMA പിടിക്കുക. പണിയെന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക. പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, 2 പോലീസുകാർ അപ്പുറത്ത് വന്ന് ചാടി വന്ന് വിടറാന്നാണ്. 25 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 ബിസ്ക്കറ്റ് അവിടെ എടുക്കും. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും പിടുത്തും, കോടാനക്കോടി ഉറുപ്പിന്റെ സ്വർണ്ണം പിടുത്തും. എവിടെയാ ഇപ്പൊ സുജിത് ദാസ്? എന്തിനാ ലീവ് പോയത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലീവ് പോയത് ഇപ്പൊ ഈ തെളിവ് നശിപ്പിക്കാൻ ഓടുക. മനസ്സിലായോ? PV അൻവറിന്റെ വാർത്താ സമ്മേളനവുമായുള്ള വിശദാംശങ്ങൾ കൂടുതലായി അറിയേണ്ടതുണ്ട്. മലപ്പുറത്ത് സാജിദ് അജ്മലും തിരുവനന്തപുരത്ത് KR സാജുവും വിവരങ്ങൾ നൽകും. ആദ്യം സാജിദ് അജ്മലിലേക്കാണ്. സാജിദ്, വളരെ ഗുരുതരമായ ആരോപണമാണ് ഒരു ജനപ്രതിനിധി പ്രത്യേകിച്ച് ADGPക്കെതിരെ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസിനെതിരെ ഉന്നയിക്കുന്നത്. ഇവർക്ക് ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ. അതിന്റെ തെളിവായി പല ശബ്ദ സന്ദേശങ്ങൾ കൂടി പുറത്തുവിടുന്നു. ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പെടുത്തലുകളൊക്കെ വലിയ പ്രതിരോധത്തിലാവുകയാണ്. പ്രത്യേകിച്ച് LDFന്റെ ഭാഗമായിരുന്ന ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നുള്ള വെളിപ്പെടുത്തൽ. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒരുപക്ഷെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ഭരണത്തെ കൂടെ ഒരു തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടിനെ എങ്ങനെ കാണുന്നു? ജിൽസി, തീർച്ചയായും കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ഇദ്ദേഹം നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഈ ആരോപണങ്ങളിലേക്ക് എടുത്തിടുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ഈ P ശശിക്ക് ഈ പോലീസിന്റെ എല്ലാവിധ കൊള്ളരുതായ്മകളെ കുറിച്ചും കൃത്യമായി അറിയാം. അദ്ദേഹത്തോട് പലതവണ താനും മറ്റ് പലരും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടിയാണ് ഈ ജോലികൾക്ക് ചുമതലപ്പെടുത്തിയത്. മുഖ്യമന്ത്രിയെ ഈ ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ സഹായിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജോലി. അതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. സ്വാഭാവികമായി രാഷ്ട്രീയ രംഗത്ത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന, തലവേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിന് CPM നേതൃത്വവും മുഖ്യമന്ത്രിയും തന്നെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഇതിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സുജിത് ദാസിന് കൃത്യമായി പങ്കുണ്ട്. നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു സുജിത് ദാസ്. ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ സ്വർണം ഉണ്ട് എന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തിയാലും, അത്യാധുനിക സംവിധാനമുള്ള സ്കാനിംഗ് സൗകര്യങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ട്, അവിടെ കണ്ടെത്തിയാലും ആ ആളുകളെ പുറത്തേക്ക് വിടുന്നു. പിന്നീട് വഴിയിൽ വെച്ച് പോലീസ് ഇവരെ തടഞ്ഞ് നിർത്തി ഈ സ്വർണം വാങ്ങുന്നു. ഈ സ്വർണത്തിന്റെ 60% പോലീസും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിയെടുക്കുന്നു. ബാക്കിയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ രേഖയിൽ കാണിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ കൊല നടത്തിയിട്ടുണ്ട്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആളുകളെ ഈ
ഈ പ്രതിയെ ഉൾപ്പെടെ താൻ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കടത്ത് കൂടാതെ മരം മുറിയുമായി ബന്ധപ്പെട്ട് ഇന്ന് 32 മിനിറ്റുള്ള ഒരു ഓഡിയോ ആണ് പുറത്തുവിട്ടത്. ഈ ഓഡിയോയുടെ ആദ്യ ഭാഗത്തിൽ ഉള്ളത് ഈ താമർ ജിഫ്രി വധക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് താമർ ജിഫ്രി കൊല്ലപ്പെട്ടത്, അതിന്റെ കാരണങ്ങളെല്ലാം തന്നെ ഈ MLA ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് SP സുജിത് ദാസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ മലപ്പുറത്ത് നിന്ന് പോയിട്ട് 8 മാസം കഴിഞ്ഞു, പക്ഷേ ഈ താമർ ജിഫ്രി വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്, മാനസിക പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരു വിവാഹത്തിനോ മറ്റ് ചടങ്ങുകൾക്കോ താൻ പോകാറില്ല. പലപ്പോഴും താൻ ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ശബ്ദ രേഖകൾ അടുത്ത ദിവസം പുറത്തുവിടും എന്നുള്ളതാണ് MLA പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് കൂടാതെ ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ഈ MLAയോട് SP കെഞ്ചുകയാണ്, സുജിത് ദാസ് കെഞ്ചുകയാണ് ഈ കേസിൽ നിന്ന് പിൻവലിയണമെന്ന്. താങ്കളെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ലല്ലോ എന്ന് MLA തുടരെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എനിക്ക് ക്ഷീണം ചെയ്യും എന്നും ഈ SP പറയുകയാണ്. അതോടൊപ്പം ഏറ്റവും ഗുരുതരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഉൾപ്പെടെ ഫോണുകൾ ചോർത്തുന്നു. അതിന് MR അജിത് കുമാർ ഒരു IPS ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് ജിൽസി. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, അതിന് പക്ക ചില തെളിവുകൾ കൂടിയാണ് ഇന്ന് PV അൻവർ MLA പുറത്തുവിട്ടത്. KR സാജു കൂടെ തുടരുന്നുണ്ട്. സാജു, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കടക്കേണ്ട എന്നൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളെ ആ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ ജനപ്രതിനിധി തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, അതുവഴി ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഇത് വലിയ പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇതിനെ നേരിടാൻ ഒരു അന്വേഷണമല്ലാതെ പാർട്ടിക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടാകാൻ സാധ്യത കുറവാണല്ലേ? ജിൽസി, ഇവിടെ PV അൻവർ വല്ലാത്തൊരു കുരുക്കിലേക്ക് സർക്കാരിനെയും CPM-നെയും എത്തിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പോലീസ് ഒരു അധോലോകമായി മാറിയിരിക്കുന്നു എന്ന് സ്ഥാപിക്കുകയാണ് വാർത്താ സമ്മേളനത്തിലൂടെ യഥാർത്ഥത്തിൽ PV അൻവർ ചെയ്തിരിക്കുന്നത്. കൊലപാതകങ്ങളിൽ പങ്കുണ്ട് ADGPക്ക് എന്ന് ആരോപിക്കുന്നു. മന്ത്രിമാരുടെ അടക്കം ഫോണുകൾ ചോർത്തുന്നു എന്ന് ആരോപിക്കുന്നു. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിലെ പോലീസിന് പങ്കാളിത്തവും അവർ കമ്മീഷൻ വാങ്ങുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു പ്രതിപക്ഷത്തെ ഒരു MLA ആണ് ഉന്നയിക്കുന്നതെങ്കിൽ അതൊരു കാടടച്ചുള്ള വെടിവെക്കലായി മാറുമായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇത് ഭരണപക്ഷത്തുള്ള MLA ഉന്നയിക്കുന്നു. ഇതിനെല്ലാം ചൂട്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യുന്ന MR അജിത് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ അത് ആഭ്യന്തര വകുപ്പിലേക്ക് നേരിട്ട് ആരോപണം എത്തിക്കുകയാണ് PV അൻവർ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ തുടർന്ന് PV അൻവർ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഇതെല്ലാം ചേരുമ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നും തന്ത്രപരമായ മൗനം പാലിച്ചുകൊണ്ട് എപ്പോഴും ഒളിച്ചോടുന്നത് പോലെ ഒളിച്ചോടാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം ഈ അടിച്ച ആണി എന്ന് പറയുന്നത് അൻവർ അടിക്കുന്നത് P ശശിക്കിട്ടാണെങ്കിൽ പോലും അത് ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ നെറുകം തലയ്ക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഇനി CPM-ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ അൻവറിനെ തള്ളണം, അല്ലെങ്കിൽ അൻവറിനെ കൊള്ളണം. അൻവറിനെ കൊള്ളുകയാണെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങളിലൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തുന്നതിലേക്ക് സംസ്ഥാന സർക്കാരിന് പോകേണ്ടി വരും. അവിടെ മുഖ്യമന്ത്രിയുടെ മൗനവും അവസാനിപ്പിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ജിൽസി, ശരി സാജു, വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തോട്ട് കയറണ്ട എന്ന് PV അൻവർ പറയുന്നുണ്ടെങ്കിലും അൻവർ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങൾ, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അത് ആഭ്യന്തര വകുപ്പിന് അതുവഴി മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ് പോകുന്നത്. സ്വാഭാവികമായും ഇതിലൊരു അന്വേഷണം നടത്തുക, ഒന്നുകിൽ PV അൻവറിനെ തള്ളുക, അല്ലെങ്കിൽ PV അൻവറിനെ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള വഴി. ഏത് വഴി തിരഞ്ഞെടുക്കുമെന്ന് നമുക്ക് അറിയാം. PV അൻവർ MLA ഉന്നയിക്കുന്നത് കഴമ്പുള്ള കാര്യങ്ങളെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് P ശശിയാണെന്നും സുധാകരൻ പ്രതികരിച്ചു. PV അൻവറിന്റെ ആക്ഷേപങ്ങൾ ചാട്ടുളിയാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തുവന്നത്. ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണ്. ഭരണകക്ഷിയിലെ MLAക്ക് പോലും പോലീസിൽ വിശ്വാസമില്ലാതായെന്നും തിരുവഞ്ചൂർ പറഞ്ഞു.
അൻവറിൻ്റെ ആക്ഷേപങ്ങൾ ചാട്ടുളി പോലെയല്ല നിൽക്കുന്നത്. എന്താ ഈ ഗവൺമെൻറ് കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ലല്ലോ. അവർക്ക് മറുപടിയില്ലാത്തത് കൊണ്ടാണ്. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരികയും ഭയപ്പാടോടുകൂടി അല്ലാതെ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാകണം. യഥാർത്ഥത്തിൽ ഭരണകക്ഷിയിലെ ഒരു പ്രമുഖനായ MLAക്ക് പോലും വിശ്വാസമില്ലാത്തതാണ് ഇവിടെ പോലീസ് എന്ന് വരികിൽ പിന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങൾ നടത്തിയ SP സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ നടപടിയുണ്ടാവില്ല. സുജിത് ദാസിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി വിഷയം തണുപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്. എന്നാൽ സുജിത് ദാസും PV അൻവർ MLAയും ഉയർത്തിയ ആരോപണങ്ങളിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ്. SP സുജിത് ദാസിനെതിരെ നടപടി വേണമെന്നായിരുന്നു ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിയെ കണ്ടപ്പോൾ ADGP MR അജിത് കുമാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയും ഒരിക്കൽ കൂടി DGPയെയും നേരിൽ കണ്ട അജിത് കുമാർ നിലപാട് മയപ്പെടുത്തി. സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടി വേണ്ടെന്നായിരുന്നു അജിത് കുമാർ ആവശ്യപ്പെട്ടത്. എന്നാൽ PV അൻവർ MLAക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചു. ഈ വിഷയത്തിൽ നിലവിൽ പത്തനംതിട്ട SP ആയ സുജിത് ദാസിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതടക്കമുള്ള നടപടികൾ മാത്രം മതി എന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ് ഒടുവിൽ എത്തിച്ചേർന്നത്. സുജിത് ദാസും PV അൻവർ MLAയും ഉയർത്തിയ ആരോപണങ്ങളിൽ അജിത് കുമാറിനെതിരെ തൽക്കാലം അന്വേഷണം വേണ്ടെന്നും ആഭ്യന്തര വകുപ്പ് നിലപാടെടുത്തു. സുജിത് ദാസും PV അൻവറും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നടക്കുന്ന വകുപ്പുതല അന്വേഷണം പൂർത്തിയായ ശേഷമാകും ബാക്കി നടപടികൾ. വിഷയം ആളിക്കത്തിക്കരുതെന്ന നിർദ്ദേശവും IPS ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി DGP ഷേഖ് ദർബേ സാഹിബിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം വന്നത്. മീഡിയ 1 തിരുവനന്തപുരം. താനൂർ കസ്റ്റഡി മരണത്തിൽ SP സുജിത് ദാസിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട PV അൻവർ താമിർ ജെഫ്രിയെ മനഃപൂർവ്വം കൊല്ലണമെന്നുണ്ടായിരുന്നില്ലെന്നും ജയിലിൽ പോകുമോ എന്ന് ഭയമുണ്ടെന്നും സുജിത് ദാസ് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. വല്ലാത്ത മാനസികാവസ്ഥയിലാണ് താനെന്നും സുജിത് ദാസ് സംഭാഷണത്തിൽ പറയുന്നു. പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ്. മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിൽ അവര് ആയിപ്പോയി 90 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 1 തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഈ കസ്റ്റഡിയിലെടുത്ത് കാരണം. സിനിമയിൽ പവർ ഗ്രൂപ്പില്ലെന്ന് നടൻ മമ്മൂട്ടി. അങ്ങനെ ഒന്നിൽ നിലനിൽക്കാവുന്നതല്ല സിനിമ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു. അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും പ്രതികരിക്കാത്തതാണ് ഇതുവരെ. സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുമുണ്ട്. അനഭിലഷണീയമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരിഹാര നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മൗനം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുന്നു. ഇപ്പോൾ മോഹൻലാലിന് പിറകെ വിശദീകരണവുമായി മമ്മൂട്ടിയും രംഗത്തെത്തിയിരിക്കുന്നു. എന്താണ് ഉള്ളടക്കം? തീർച്ചയായും അത് തന്നെയാണ് പ്രധാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളുടെ പ്രതികരണം ഉണ്ടാകുന്നത് നേരത്തെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ മോഹൻലാലിന്റെ പ്രതികരണം വന്നിരുന്നത്. ഇന്നിപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് മമ്മൂട്ടി പ്രതികരിച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടാനുള്ളത് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്നുള്ള മമ്മൂട്ടിയുടെ പരാമർശമാണ്. അങ്ങനെ ഒന്നിനെ നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ എന്നുള്ളതാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം പ്രതികരിക്കേണ്ടത് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവുമാണ്. ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗം എന്ന നിലയിൽ താൻ പ്രതികരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നത്. സമൂഹത്തിന്റെ പരിച്ഛേദമാണ് സിനിമ. സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട്. സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ചർച്ചകൾക്ക് ഇടയാക്കും. അതുകൊണ്ട് തന്നെ അനഭിലഷണമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതിലെ പരിഹാര നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും മമ്മൂട്ടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവ നടപ്പിലാക്കാൻ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേർതിരിവില്ലാതെ സിനിമാ മേഖലയിലെ കൂട്ടായ്മകൾ കൈകോർക്കണം. ഒപ്പം തന്നെ പോലീസും ഈ വിഷയങ്ങളിൽ സത്യസന്ധമായി അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഒപ്പം ഈ റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണം. തടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കൂടിയാണ്
ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മമ്മൂട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടും സിനിമയിൽ പവർ ഗ്രൂപ്പില്ലെന്നുമാണ് ഇന്നിപ്പോൾ മമ്മൂട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. സംവിധായകൻ ഹരിഹരനെതിരെ ഗുരുതര ആരോപണവുമായി നടി ചാർമിള. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായെങ്കിലേ സിനിമയിൽ വേഷം നൽകുകയുള്ളൂ എന്ന് ഹരിഹരൻ പറഞ്ഞതായി ചാർമിള വെളിപ്പെടുത്തി. മലയാളത്തിലെ നിരവധി പ്രമുഖരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായും ചാർമിള മീഡിയ വണ്ണിനോട് പറഞ്ഞു. ചാർമിളയുടെ ആരോപണങ്ങൾ നടൻ പൂരം വിഷ്ണു ശരിവച്ചു. സിനിമയിൽ നായികയാക്കണമെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾക്ക് വഴങ്ങണമെന്ന് സംവിധായകൻ ഹരിഹരൻ പറഞ്ഞെന്നാണ് ചാർമിളയുടെ വെളിപ്പെടുത്തൽ. നടൻ പൂരം വിഷ്ണു മുഖേനയാണ് ഹരിഹരൻ സമീപിച്ചത്. നമ്മളുടെ ഹരിഹരൻ സർ അവർ ഒരു മോശം ഇൻസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചു, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു വന്നു. പൂരത്തിലെ നായകനായിട്ട് അഭിനയിച്ചിലെ വിഷ്ണുവേട്ടനെ കൊണ്ടുപോയി ഹരിഹരൻ സർ അവരുടെ നെയ്ബറായിരുന്നു. ചാർമിളയുടെ ആരോപണങ്ങൾ നടൻ പൂരം വിഷ്ണു ശരിവെച്ചു. മലയാളത്തിലുള്ള നിങ്ങൾ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, എന്തെന്നത് കൊടുക്കുവോ എന്റെ ഹീറോയിൻ ആയിട്ടൊക്കെ വന്നാൽ എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രമേ. അർജുനൻ പിള്ളയും 5 മക്കളും സിനിമയുടെ നിർമ്മാതാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി ചാർമിള വെളിപ്പെടുത്തി. പൊള്ളാച്ചിയിലെ മറ്റേ ഇത് അർജുനൻ പിള്ളയും 5 മക്കളും പ്രൊഡ്യൂസർ അവരും അവർ ഫ്രണ്ട്സും റേപ്പ് ചെയ്യാൻ വന്നു. അതും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നിരവധി പേർ മോശമായി പെരുമാറിയിട്ടുണ്ട്. അവരുടെ ആരുടെയും പേര് പറയുന്നില്ലെന്ന് ചാർമിള കൂട്ടിച്ചേർത്തു. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങാത്തതിനാൽ നിരവധി സിനിമകൾ നഷ്ടപ്പെട്ടു. സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്ന് ചാർമിള പ്രതികരിച്ചു. നിലവിൽ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നും ചാർമിള വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം. നടൻ സിദ്ദിഖിനെതിരായ കേസിൽ പീഡനം നടന്ന ഹോട്ടൽ മുറി കാണിച്ചു കൊടുത്ത നടി. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിലെ 1-ാം നിലയിലെ 101D എന്ന മുറിയാണ് നടി തെളിവെടുപ്പിനിടെ കാട്ടിക്കൊടുത്തത്. 2016-ൽ സിദ്ദിഖ് താമസിച്ച മുറിയിൽ വെച്ചാണ് പീഡനമെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തെളിവെടുപ്പ്. കൊച്ചിയിലെ അമ്മ ഓഫീസിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. അതേസമയം തനിക്കെതിരായ പീഡന പരാതി വ്യാജമെന്ന് നടൻ ജയസൂര്യ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ മാസ്കറ്റ് ഹോട്ടലിൽ 101D നമ്പർ മുറിയിൽ വെച്ച് നടൻ സിദ്ദീഖ് പീഡിപ്പിച്ചെന്ന യുവനടിയുടെ പരാതിയിലാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. പരാതിക്കാരിയും അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. സംഭവം നടന്നത് ഇവിടെയാണെന്ന് പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയതനുസരിച്ചായിരുന്നു പോലീസ് നടപടി. 2016-ൽ സിദ്ദീഖ് താമസിച്ച മുറിയാണിത്. കേസിൽ തുടർ നടപടികളും ഉടനുണ്ടാകും. മുകേഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരായ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ താരസംഘടനയായ അമ്മയുടെ കൊച്ചിയിലെ ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു. അതേസമയം തെന്നിന്ത്യൻ നടിയുടെ പീഡന പരാതിയിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ രംഗത്തെത്തി. പരാതി വ്യാജമെന്നാണ് ജയസൂര്യ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. വ്യാജമായ ആരോപണങ്ങളിൽ തനിക്കും കുടുംബത്തിനും വേദനയുണ്ടാക്കിയെന്നും അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജയസൂര്യ വ്യക്തമാക്കി. മാധ്യമങ്ങളിലൂടെ ദുരനുഭവം തുറന്നു പറഞ്ഞതിന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ശാസിച്ചുവെന്ന ആരോപണവുമായി തൃശൂർ സ്വദേശിനിയും രംഗത്തെത്തി. സഹപ്രവർത്തകരിൽ നിന്ന് ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതി. നമുക്ക് ഉണ്ടായ ദുരനുഭവം നമ്മൾ അവിടെ കംപ്ലൈന്റ് ആയിട്ട് ഫെഫ്കയിൽ കംപ്ലൈന്റ് ആയിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ സ്ത്രീകളെ അടിച്ചമർത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സഹപ്രവർത്തക തന്നെ ഭാഗ്യലക്ഷ്മി മാം പറഞ്ഞതിനെ തുടർന്ന് എതിർക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വായ അടപ്പിക്കുകയാണ് ചെയ്തത്. രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ ബംഗാളി നടി പങ്കെടുക്കുന്ന കൊച്ചിയിലെ ചലച്ചിത്ര സംവാദ പരിപാടി റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. പരിപാടിയിൽ നിന്ന് നടി പിന്മാറിയതോടെയാണ് നടപടി. കേസിൽ നടിയുടെ രഹസ്യമൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി. അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ മുകേഷ് MLA-ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വീണ്ടും കേസെടുത്തു. 2011-ൽ തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത ഹോട്ടലിൽ വച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. കേസിന്റെ തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന മുന്നണി തീരുമാനമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ആരോപണ വിധേയരായവർ ഇപ്പോഴും സഭയിലില്ലേ? അന്വേഷണത്തിൽ MLA എന്ന ഒരു ഇളവും ഉണ്ടാവില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ അതിനനുസൃതമായ നിലപാടെടുക്കും. ആരോപണം ഉയർന്നാൽ ഉടനെ നടപടി. ഇപ്പോൾ എനിക്കെതിരായിട്ട് എന്തെല്ലാം ആരോപണം വന്നിട്ടുണ്ട്? ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആരോപണം തെളിയിക്കപ്പെട്ടാൽ കർശനമായ നിലപാട് സ്വീകരിക്കും. സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ മൊഴിയെടുത്തു. കടമക്കുടിയിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ബംഗാളി നടിയോട് രഞ്ജിത്ത് ലൈംഗിക അതിക്രമം കാട്ടിയത് തനിക്കറിയാമായിരുന്നുവെന്ന് അഗസ്റ്റിൻ വട്ടോളി മൊഴി നൽകി. കഴിഞ്ഞ ദിവസം സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. RDX സിനിമയുടെ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെ പോലീസ് കേസ്. തൃപ്പൂണിത്തുറ സ്വദേശി അഞ്ജന അബ്രഹാമിന്റെ പരാതിയിൽ വഞ്ചന, ഗൂഢാലോചന കുറ്റങ്ങൾ ചുമത്തിയാണ് തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്തത്. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സിനിമാ നിർമ്മാണത്തിനായി 6 കോടി രൂപ നൽകിയ തനിക്ക് 30% ലാഭവിഹിതം നൽകാമെന്ന ഉറപ്പ് പാലിച്ചില്ലെന്നായിരുന്നു പരാതി.
ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട EP ജയരാജൻ ആത്മകഥ എഴുതുന്നു. ആത്മകഥ അന്തിമഘട്ടത്തിലാണ്. എല്ലാ വിവാദങ്ങളെക്കുറിച്ചും ആത്മകഥയിൽ പരാമർശമുണ്ടാകും. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലാണ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും EP ജയരാജൻ തെറിച്ചത്. പാർട്ടി നടപടിയിൽ EP ജയരാജന് കടുത്ത അതൃപ്തിയുണ്ട്. സംഘടനാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന്റെ ഭാഗമായി പാർട്ടിക്ക് അവധി അപേക്ഷ നൽകുന്നതിനെക്കുറിച്ചുള്ള ആലോചനയും EP നടത്തുകയാണ്. ഇതിനിടയിലാണ് EP ആത്മകഥ എഴുതുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ആത്മകഥ അന്തിമഘട്ടത്തിലാണെന്ന് EP-യുമായി അടുപ്പമുള്ളവർ പറഞ്ഞു. രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരുപാട് വിവാദങ്ങളിൽ EP ജയരാജൻ അകപ്പെട്ടിരുന്നു. ഇതേക്കുറിച്ചെല്ലാം EP ആത്മകഥയിൽ എഴുതുന്നുണ്ട്. സ്വാഭാവികമായും പാർട്ടിക്കും നേതാക്കൾക്കുമെതിരായ വിമർശനങ്ങളും ആത്മകഥയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നടപടിയെടുക്കാൻ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വൈകാരികമായിരുന്നു EP-യുടെ പ്രതികരണം. തന്നെ മാറ്റാനാണ് തീരുമാനമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു EP പറഞ്ഞത്. അത്തരത്തിലുള്ള ആലോചന EP നടത്തുന്നുണ്ടോ എന്ന സംശയം പോലും പാർട്ടിക്കുള്ളിലുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. പാരാലിമ്പിക്സ് ഷൂട്ടിംഗിൽ മലയാളി താരം സിദ്ധാർത്ഥ ബാബു മത്സരിക്കുകയാണ്. 10 മീറ്റർ എയർ റൈഫിൾ പ്രോൺ മിക്സഡ് വിഭാഗത്തിലാണ് സിദ്ധാർത്ഥ ബാബു മത്സരിക്കുന്നത്. യോഗ്യതാ റൗണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. മറ്റൊരു ഇന്ത്യൻ താരം ആവണി ലേഖരയും ഇനത്തിൽ മത്സരിക്കുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ പോരാട്ടം. രാത്രി 8:30-ാണ് മത്സരം. ചെൽസി ക്രിസ്റ്റൽ പാലസിനെയും ന്യൂകാസൽ ടോട്ടനത്തെയും നേരിടും. ലാലിഗയിൽ റയൽ മാഡ്രിഡ് റയൽ ബെറ്റിസിനെ നേരിടും. സെവിയ ജിറോണ മത്സരം രാത്രി 10:30-നാണ്. സ്വർണ്ണവില. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,695 രൂപ, പവൻ 53,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,545 രൂപ, പവന് 44,360 രൂപ. വെള്ളി ഗ്രാമിന് 92 രൂപ.